സ്കിറ്റാണ് അവതരിപ്പിക്കുന്നത് സെയിന്റ് ഗ്രിഗോറിയോസ് മലങ്കര ഓർത്തഡോക്സ് ചർച്ച് എൽമസ്റ്റ്, റെവറൻഡ് ഫാദർ എബി ചാക്കോ ആൻഡ് റെവറൻഡ് ഫാദർ തോമസ് മാത്യു വികാരിയായി സേവനമനുഷ്ഠിക്കുന്നു. പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവവിളിക്കുള്ള ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് ഇവർ അവതരിപ്പിക്കുന്നത്. സോ ലെറ്റ്സ് വാച്ച് ദെയർ സ്കിറ്റ്. വെൽക്കം സെയിന്റ് ഗ്രിഗോറിയോസ് മലങ്കര ഓർത്തഡോക്സ് ചർച്ച് എൽമസ്റ്റ്. എന്റെ പൊന്നെ ഒരുപാട് വർഷം ഇങ്ങനെ കൂടി കിടക്കണം. ഇതൊക്കെ നിർത്താൻ പറഞ്ഞ ഒടുക്കത്ത പിശുക്കത്തരം. അവനെ കൈകൊള്ളും ഇത്ര വൃത്തികെട്ട പരിപാടിയാണ് കഴിച്ചത്. സമാധാനായി. കയ്യിലിരിക്കുന്ന കാശ് കൊടുത്തേന്നെങ്കിൽ അവര് വായിരിക്കുന്ന വല്ലതും കേൾക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇനി അവരുടെ വായിരിക്കുന്ന കേട്ടാ കയ്യിലിരിക്കുന്ന കാശ് സേഫായില്ലേ? എന്റെ ഭർത്താവേ, ഇത്രയും വലിയ പിശുക്കനെയാണോ എനിക്ക് കിട്ടിയത്? നമുക്ക് എത്ര മക്കളാ? അത് മറന്നുപോയാ? നമുക്കേ 3 പെൺമക്കള്, പിന്നെ 2 ആൺമക്കള്. അതിന്റെ മൂത്ത മകൻ ചെറുപ്പത്തിലെ ഒളിച്ചോടി അങ്ങ് പോയി. അപ്പൊ മൊത്തം 5 മക്കൾ. അതിന് ഞാൻ വലിയ പിശുക്കത്തരം കാണിച്ചിട്ടുണ്ടോ? നമ്മുടെ മൂത്ത മകൻ വിക്ടറെ ചെറുപ്പത്തിലെ ഞാൻ പള്ളിയിൽ അച്ഛനാക്കാമെന്ന് നേരത്തെ തേർന്നതാ. അതറിഞ്ഞോണ്ട് അവൻ ചെറുപ്പത്തിലെ നാട് വിട്ടങ്ങ് പോയേ. ഈ വിക്ടർ എവിടെയാണെന്ന് അറിയാത്തതുകൊണ്ട് നമ്മുടെ 2ാമത്തെ മകൻ ചാണ്ടിയെ പള്ളിയിൽ അച്ഛനാക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അത് നന്നായി. ബാബോദിസ കഴിഞ്ഞ അന്ന് തൊട്ട് അവൻ പള്ളിയുടെ വാതിൽക്കൽ കയറിയിട്ടില്ല. എന്നിട്ടാണ് പള്ളിയിൽ അച്ഛനാക്കാൻ നിങ്ങൾ നടക്കണേ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അവനെ ഞാൻ അച്ഛനാക്കൂടി. വരുന്നുണ്ട് പള്ളിയിൽ അച്ഛനാക്കാൻ നിങ്ങൾ തീരുമാനിച്ചത് നമ്മുടെ ചാണ്ടിക്കുഞ്ഞി. ഞാൻ ചാണ്ടി തരകൻ. ഞാനിപ്പോ ലൈവ് ഒന്നും വേർന്നുകൊണ്ടല്ല, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ചാ മേടിച്ചു. ചാവയ്ക്ക് കിലോയ്ക്ക് 100 രൂപയാണെങ്കിലും അപ്പത്തിന് 50 രൂപയ്ക്കാണ് ചാവ മേടിച്ചത്. അതുപോലെ അപ്പത്തിന് പൈസ കൊടുത്തില്ല. ചാവക്കാരൻ തെറി പറയുന്നുണ്ട്. ഹായ് സുമേഷ്, ഹായ് രാജേഷ്, ഹായ്. ഇനി എന്റെ അർത്ഥയ്ക്ക് ഉപ്പ് തേക്കാത്ത അപ്പത്തിന് പറഞ്ഞതാണ് അപ്പച്ചൻ. ഇനി ഇത് അപ്പത്തിന് ഉപ്പ് കൊണ്ട് ഷുഗർ രോഗിയാക്കിയ എന്റെ അമ്മച്ചി കേട്ടോ. ഹായ് 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 ഹായ്. അപ്പൊ നിങ്ങൾ മറക്കരുത്, എനിക്ക് വേണ്ട ലൈക്കും കമന്റും ഒക്കെ തരണം. ഓക്കെ, ഞാൻ അകത്ത് പോകുന്നു. അമ്മച്ചി അകത്ത് വന്നെങ്കിൽ ചാറ് കുട്ടി ചോറ് തരണം, ഇല്ലെങ്കിൽ മുള്ളു പോലും കിട്ടൂല. താങ്ക് യു. ഓക്കെ, അവന്റെ സൂട്ടും കോട്ടും കണ്ണടയും കോപ്പും. എന്താ ഉദ്ദേശം? എന്റെ ഉദ്ദേശം എന്താ? അകത്ത് പോകുന്നു, ചാറ് കുട്ടി ചോറ് തിന്നു. അച്ഛനാണോ നിന്റെ തീരുമാനം എന്തായെന്ന്? അപ്പച്ചനൊന്ന് പെണ്ണ് കെട്ടിച്ചതാ, പിന്നെ ഞാൻ അച്ഛനെ കാണിച്ചു തരാം. പിന്നെ പള്ളിയിലച്ഛൻ അപ്പച്ചന്റെ അപ്പൻ ഇങ്ങനെ ഒരു നേർച്ച തരുന്നുണ്ടെങ്കിൽ ഇത് പറയാൻ അപ്പച്ചനോട് ഉണ്ടാവുമായിരുന്നു. മാത്രമല്ല എന്റെ മകനെ അച്ഛനാക്കാന്ന് ഞാൻ നേർച്ച തരുന്നുണ്ട്. പിന്നെ എന്തിനു അപ്പച്ച? എന്റെ അപ്പൻ അന്ന് അങ്ങനെ ഒരു നേർച്ച നേർന്നാ മതിയാവും കർത്താവേ. മോനെ ചാട്ടിക്കുഞ്ഞെ, എന്റെ മൂത്ത മകൻ വിറ്റതിനെ അച്ഛനാക്കാനായിരുന്നു എന്റെ ആഗ്രഹം. അവൻ നാട് വിട്ടുകൊണ്ടത് സാധിച്ചില്ല. ഇപ്പൊ അവൻ എവിടെയെങ്കിലും അച്ഛനായോന്ന് ആർക്കറിയാം. നമ്മുടെ മൂത്ത മകൾ സിസിലിയുടെ കൊച്ചിനെ അച്ഛനാക്കിയാലോ? അതിന് സിസിലിക്ക് മകനല്ല. ഇനിയിപ്പോ ആ മകൾ വളർന്ന് വലുതായി കല്യാണം കഴിച്ച് കൊച്ചുണ്ടാവും അച്ഛനാക്കാം. ഇപ്പൊ അവൻ പെണ്ണാണെങ്കിൽ അതും പെണ്ണാണെങ്കിൽ ആ പെൺകുട്ടി വളർന്ന് വലുതായി കല്യാണം കഴിച്ചൊരു കുട്ടി ഉണ്ടാവും, അതിനച്ഛനാക്കിയാലോ? അതുവരെ ഉണ്ടാവോ?
വേണ്ടിയാണ് ഞാൻ പാത്രമായിട്ട് വന്നത്. ഫസ്റ്റ് എന്റെ അപ്പനുള്ളവർക്കുള്ള കാലം ഇവിടെ അപ്പം ഉണ്ടാക്കുന്നു വിചാരിക്കട്ടെ. എന്നിട്ട് കഴിഞ്ഞ വർഷം നിങ്ങൾ ഇവിടെ കേക്ക് ഒക്കെ മുറിച്ച് ബഹളം വെക്കുന്നതിന്റെ സൗണ്ട് അങ്ങ് എന്റെ വീട് വരെ കേട്ടല്ലോ. എന്റെ ശോഷനെ കേക്ക് കൊണ്ടുവന്നു അപ്പച്ചൻ. ദേ, ഇത്രയേ ഉള്ളൊരു കൊട്ടക്കേക്ക്. അത് അപ്പച്ചൻ ഒറ്റയ്ക്ക് തിന്നുന്നതിന്റെ ശബ്ദം വേണോ ആ കേട്ടത്? പിന്നെ ആരും കേൾക്കാതെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആരും കേൾക്കാതെ പറയാൻ വീട്ടിലെ വാതിലൊക്കെ അടച്ചിട്ട് അതിന്റെ നടക്കുന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞാൽ പോലെ. പിന്നെ എന്താ എങ്ങോട്ട് വന്നത്? അങ്ങനെയല്ല, എനിക്ക് രഹസ്യമായിട്ട് ചാണ്ടിച്ചായനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന്. ഓ, എന്നോട്? ഞാനേ ഈ ചെവിയിൽ പറയട്ടെ. അയ്യോ വേണ്ട, കുളിച്ചപ്പോ വെള്ളം കീറുന്നതാണ് ഈ ചെവി അടഞ്ഞിരിക്കുക. എന്നാ ഞാൻ മറ്റേ ചെവിയിൽ പറയട്ടെ. അയ്യോ വേണ്ട, ഞാൻ അച്ഛനാകില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ അപ്പച്ചൻ അടിച്ച് കരണം പുകച്ചുക. ഇവിടെ കേൾക്കില്ല, അതുകൊണ്ട് കുറച്ച് ഉറക്കെ പറഞ്ഞു. ആണോ? വീട്ടിലെ അപ്പച്ചനും അമ്മച്ചിയും ആലോചിക്കുന്നുണ്ട്. അവരാലോചിക്കട്ടെ, നിനക്കെന്താ? അങ്ങനെയല്ല, അപ്പച്ചനും അമ്മച്ചിയും എന്നെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അപ്പച്ചൻ മാത്രമല്ല, ഈ നാട്ടിലുള്ള ചില ചെറുപ്പക്കാരൻ നിന്നെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അയ്യോ, അതല്ല പറഞ്ഞത്. അപ്പച്ചനും അമ്മച്ചിയും എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കുന്നുണ്ടെന്ന്. ഇന്നലെ കൂടി ഒരാൾ വന്ന് എന്നെ കണ്ടിട്ട് പോയതേ ഉള്ളൂ. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോ വിളിച്ച് പറയാന്ന് പറഞ്ഞു. വിളിച്ച് പറഞ്ഞു വേറെ നല്ലൊരു തറവാട്ടിലെ പെണ്ണിനെ അവർക്ക് കിട്ടിയിരുന്നു. ചാണ്ടിച്ചായ, എനിക്ക് ഭർത്താവായിട്ട് വേറൊരാളെ സങ്കല്പിക്കാനേ പറ്റില്ല. ഞാൻ കെട്ടുന്നെങ്കിൽ ചാണ്ടിച്ചായനെ കെട്ടും. എന്റെ ശോഷനെ എന്റെ അപ്പച്ചൻ എന്നെ അച്ഛനാക്കാൻ തീരുമാനിച്ചിരിക്കുക. ഞാൻ അച്ഛനാവും, അതെന്റെ ശോഷനയുടെ കൊച്ചിന്റെ അച്ഛനാണ് മാത്രം. നിന്നൊരു അച്ഛനാക്കി ഈ ഇടവകയിൽ കൊണ്ടുപോകാനാണ് എന്റെ ആഗ്രഹം. ഇവിടെ കിട്ടി ഈ വീട്ടിൽ കൊണ്ടുവന്നു ഒരു അച്ഛനാകാനാണ് എന്റെ ആഗ്രഹം. നിന്നെ ഞാൻ ഒരു വികാരി അച്ഛനാണ്. എന്റെ ആ വിഷമം നീ മനസ്സിലാക്കണം. ഒരു അച്ഛനാകാനുള്ള എന്റെ വികാരം അപ്പച്ചൻ മനസ്സിലാക്കണം. ചാണ്ടിക്കുഞ്ഞി, നിന്റെ ചേട്ടൻ വിക്ടറിന് വേണ്ടിയാണ് അന്ന് അപ്പച്ചൻ ആ നേർച്ച നേർന്നത്. ഇന്ന് അവൻ ഉണ്ടായിരുന്നെങ്കിൽ അവൻ അപ്പച്ചനെ ധിക്കരിക്കാതെ ഇരു കൈയിൽ നീട്ടി ആ അച്ഛൻ സ്വീകരിച്ചേനെ. അതാണ് എന്റെ വിക്ടർ മോന്റെ മനസ്സ്. അനിയത്തിയല്ല, അപ്പുറത്തെ വീട്ടിലെ കൊച്ച. അപ്പുറത്തെ വീട്ടിലെ അനിയത്തി എന്ന് മനസ്സിലായില്ല? ഈ ഇടുങ്ങിയ പോക്കാനിട്ട് മനസ്സിലായില്ല? നീ ആരാന്ന് പറയാ? ഞാൻ വിക്ടർ, ചെറുപ്പത്തിലെ നാട് വിട്ടുപോയ നിങ്ങളുടെ മകൻ വിക്ടർ തരകൻ. എന്റെ നീ ഇത്രയും വലുതായോ? പിന്നെ ഞാൻ എപ്പോഴും ഈ കോട്ട് പോലെ ചുരുങ്ങിയിരിക്കുമെന്ന് വിചാരിച്ചോ? ഈ 10ാം വയസ്സിലെ കോട്ട് നീ എന്തിനു കുത്തി കയറ്റി? ഒരിക്കലും എന്റെ കേറ്റാൻ. ഇത്രയും കാലം എവിടെയായിരുന്നാ? പറയാം. ഒരു ബുദ്ധിമോശത്തിന്റെ പുറത്ത് ഞാൻ ഇവിടെ നിന്ന് ആരംഭിച്ചു. നേരെ പോയത് ബോംബെ. ജീവിക്കാൻ വേണ്ടി ചെയ്യാത്ത ജോലികളിൽ പോക്കറ്റടിയായിരുന്നു എന്റെ തുടക്കം. ഒരു ചെറിയ മനുഷ്യന്റെ പോക്കറ്റായിരുന്നു ഞാൻ ആദ്യം അടിച്ചത്. അയാൾ എന്നെ കയ്യോടെ പിടികൂടി. ആ വലിയ മനുഷ്യനായിരുന്നു ചോട്ടാ രാജ്. ആ സൗഹൃദം വല്ലാതൊന്ന് വളർന്നു. അദ്ദേഹം എന്നെ ആജി മസ്താനി പരിചയപ്പെടുത്തിക്കൊണ്ടു. പിന്നെ എന്റെ ഒരു കുതിച്ചു കയറ്റമായി. ഇന്ന് ബോംബെ അതോടൊപ്പം എന്റെ ഉള്ള കയ്യിലാണ്. കുടുംബാംഗങ്ങൾക്ക് ഒരു മാറ്റവുമില്ലല്ലേ? അപ്പച്ച, അപ്പച്ചി, ഇത് നിന്റെ അനുജൻ ചാണ്ടി. അമ്മച്ചി, ഇവരെന്ത് ഇങ്ങനെ? അത് നീ നിന്റെ അപ്പച്ചനോട് ചോദിക്കും. എല്ലാം എനിക്ക് പകൽ പോലെ മനസ്സിലായി. നിങ്ങൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഇന്നൊരു കോടീശ്വരനാണ്. രാവിലെ പുട്ടാണല്ലേ കഴിച്ചത്? അതെ, എങ്ങനെ മനസ്സിലായി? നല്ല വെള്ളം. ഇനി എന്റെ ആഗ്രഹം നടത്തി തരണം. പറയൂ, എന്താണ് ആഗ്രഹം? ഞാൻ നടത്തി തരാം. ഒരച്ഛനാകണം. ഞാൻ അപ്പച്ച, ഇനിയെങ്കിലും എനിക്ക് ശ്വാസനെ കല്യാണം കഴിക്കാലോ? അപ്പച്ചൻ ഞങ്ങളുടെ വിവാഹം നടത്തി തരണം. ഈ ക്രിസ്മസ് ആശയം
കർത്താവിനെ സാക്ഷി നിർത്തി ഞാൻ പറഞ്ഞു, ക്രിസ്മസ് കഴിഞ്ഞ നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരും. ഇത് തരകന്റെ വാക്കാണ്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ഇടവകയിലുള്ളവര് നിന്നെ അച്ഛ എന്ന് വിളിക്കുന്നൊന്ന് കേൾക്കണം. നീ സാധിച്ചു തരില്ലേ? ഞാൻ സാധിച്ചു തരും. കേറി വാടാ മക്കളെ. ഇത് ഏത് ഇടവകയിലെ കുട്ടികളാ? ഇത് ഇടവകയിലെ കുട്ടികളൊന്നുമല്ല, ഇത് എന്റെ വക കുട്ടികളാണ്. മോനെ വെക്ടറെ, അപ്പൊ നീ എന്നെ ശ്രമിച്ചല്ലടാ? അതിന് നിങ്ങളുടെ മോനാണ് ഞാനെന്ന് ആര് പറഞ്ഞു? ഞാൻ വിനോദ്, ചാണ്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇവിടുത്തെ ചരിത്രമെല്ലാം ചാണ്ടി എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഇവരുടെ കല്യാണം നടക്കാൻ വേണ്ടി ഞങ്ങൾ കളിച്ച ഒരു നാടകമായിരുന്നു അപ്പച്ചായത്. എങ്ങനെയുണ്ട് അപ്പച്ച എന്റെ ബുദ്ധി? മോനെ ചാണ്ടിക്കുഞ്ഞെ, നീ എന്റെ അപ്പനല്ല, ഞാൻ നിന്റെ അപ്പനാ. നീ ഈ കളി കളിക്കുന്ന എനിക്ക് നേരത്തെ അറിയായി. അതുകൊണ്ട് ഇതിന്റെ പേര് ഞാൻ വേറൊരു കളി കളിച്ചു. എന്ത് കളി? ഈ വീട്ടിലുള്ള ഒരാളെ അച്ഛനാകാൻ വേണ്ടി സെമിനാറിൽ വിട്ട് ഞാൻ നേരത്തെ പഠിപ്പിച്ചതാ. ഇന്ന് അവന്റെ അച്ഛനാ. അതാരാ? ഉറപ്പായിട്ടോ? ഒന്നിങ്ങ് വന്നേ. മക്കളെ, കഷ്ടപ്പാട് അനുഭവിച്ചവനെ കഷ്ടപ്പെടുന്നവന്റെ വേദന അറിയും. അതിന്റെ കൂടെ ഇവന് ദൈവബലി ഉണ്ടായി. അതുകൊണ്ട് ഇടവകയ്ക്ക് ഗുണം ചെയ്യണമെങ്കിൽ ഇവനെ പോലുള്ളവർ അച്ഛനാവണം. വിദ്യാഭ്യാസം ഉണ്ടായിട്ടും വീട്ടു ജോലി ചെയ്യാനും പ്രായമുള്ളവരെ സംരക്ഷിക്കാനും സന്മനസ്സുള്ള ഇദ്ദേഹത്തെ പോലുള്ളവർ തന്നെയാണ് നിങ്ങളെക്കാൾ എന്തുകൊണ്ടും അച്ഛനാകാൻ